കേന്ദ്ര ബജറ്റിൽ കേരള സർക്കാരിന്റെ പ്രതികരണം എന്താണ്? ഇപ്പോൾ എംപിമാർ കേരളത്തെ അവഗണിച്ചു എന്ന പൊതു പ്രതികരണം നടത്തുന്നു. ഇപ്പോഴത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ പ്രതികരിക്കുകയാണ്. ആ ബജറ്റ് ഇപ്രാവശ്യം അവതരിപ്പിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വളരെ നിരാശാജനകമാണ്. ഇന്ത്യൻ എക്കണോമിയെ അത് നിരാശാജനകമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു വ്യക്തമാവും. ഞാൻ പറയാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, സംസ്ഥാനത്തിൻ്റെ കാര്യം മാത്രമല്ല, ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്ത് നല്ല മുന്നേറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് നയങ്ങളിൽ കൂടിയാണ്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ ഇതെങ്ങനെ ബാധിക്കും? വാസ്തവത്തിൽ ഇന്ത്യൻ എക്കണോമിയിലൊരു റിസഷൻ ട്രെൻഡാണ് എന്ന് നിങ്ങൾ ആദ്യം ഇതിൻ്റെ ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് എടുത്തിട്ട് അതിൻ്റെ ആദ്യ ഭാഗം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം സാമ്പത്തിക രംഗത്ത് വലിയ മുന്നോട്ട് പോക്കില്ല, വളർച്ചയില്ല, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള നയങ്ങളില്ല. പല മേഖലയിലും കൊടുക്കുന്ന കാർഷിക മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ, വ്യവസായ മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൊടുക്കുന്ന, ഗ്രാമീണ മേഖലയിൽ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവില്ല, നാട്ടിൻ പുറത്തേക്ക് ധാരാളം പണമെത്തില്ല. ഏറ്റവും പ്രധാന പ്രശ്നം ഈ ബഡ്ജറ്റിൻ്റെ അതാണ്. ബാക്കി കേരളത്തിലെ കാര്യത്തിലേക്ക് വരാം. കേരളത്തിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ വളരെ വളരെ നിരാശാജനകമായിരുന്നു. ആകെ ടാക്സ് ഇന്ന് വായിച്ചതിനകത്ത് മഹാഭൂരിപക്ഷം സമയം ടാക്സ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു. ടാക്സിനകത്ത് എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞോന്ന് ചോദിച്ചാൽ അതിനകത്തൊന്നും ഇല്ല. താൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ആ ടാക്സ് നിർദ്ദേശങ്ങൾ തന്നെ നമ്മുടെ താല്പര്യത്തിനല്ല, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കരാറിന് സഹായിക്കുന്ന, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന യൂറോപ്യൻ യൂണിയൻ കരാർ, നേരത്തെ ട്രംപിൻ്റെ ഭീഷണിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ അതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായ അധികം കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം തന്നെ ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞു, എക്കണോമിക്കകത്ത് ഒരു വളർച്ചയില്ല എന്ന് ഞാൻ പറയാൻ കാര്യം, കഴിഞ്ഞ പ്രാവശ്യം 34,20,000 കോടി രൂപയോളാണ്, 34,20,000 കോടിയോളമായിരുന്നു നമ്മുടെ ആകെ റവന്യൂ റെസീറ്റ്സ്. അതിപ്പോൾ 35 ലക്ഷം രൂപയായിരുന്നു. എന്ന് പറഞ്ഞാൽ തുകയൊക്കെ വലുതാണെങ്കിലും ഒരു സ്റ്റേറ്റിൽ തന്നെ സാധാരണ 10,000 20,000 ഒക്കെ റവന്യൂ റെസീറ്റ്സ് വർദ്ധിക്കും. ഇന്ത്യ പോലൊരു വലിയ രാജ്യത്ത് റവന്യൂ റെസീറ്റ്സിൽ നിങ്ങൾ അതിൻ്റെ മുമ്പത്തെ കണക്കിലെടുത്ത് നോക്കിക്കോ. റവന്യൂ വരുമാനത്തിനകത്ത് ഒരു വർഷം കൊണ്ട് 10%, 5% പോലും ഇല്ല. 35 ലക്ഷത്തിൽ നിന്നും ഞാൻ പറഞ്ഞ 34 ലക്ഷത്തിൽ നിന്ന് 35 ലക്ഷം ആവുകയാണെങ്കിൽ എത്രയുള്ള 3%-ത്തിനടുത്തല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നികുതി പരിഷ്കാരം, മറ്റ് കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തത് ഇക്കണോമിയെ സ്തംഭിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബഡ്ജറ്റിൽ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ബഡ്ജറ്റിൽ പറയുന്ന കണക്ക് അത്ര അറ്റൈൻ ചെയ്യാൻ ചിലപ്പോൾ പറ്റാറില്ല, പിന്നെ വരുന്ന ക്രൈസിസ് ബാധിക്കും. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയുടെ മുന്നോട്ട് പോക്കിനെ വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നു. ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ട്. പല മേഖലയിലും ഇപ്പോൾ ചെലവ് കുറയ്ക്കുന്നത് ഇതിനകത്ത് തന്നെ ഉണ്ട്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതികളിലൊക്കെ വലിയ തോതിൽ വെട്ടിക്കുറച്ചല്ലോ. അത് വാസ്തവത്തിൽ ഗവൺമെൻറ് കയ്യിൽ ആവശ്യത്തിന് പണമില്ല. ഇതിൻ്റെ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ട്രംപിൻ്റെ താരിഫ് വാർ വന്നതിന് ശേഷം പല കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്ത് കീഴടങ്ങി കൊടുക്കുകയാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് വന്നതിനകത്തോ അത് തന്നെയാണ്. ഇന്നത്തെ ഈ ടാക്സ് പരിഷ്കാരങ്ങൾ ഈ പറഞ്ഞേക്കുന്ന മൊത്തം നിങ്ങൾ നോക്കിയോ. വിദേശത്തേക്കുള്ള യാത്ര, വിദേശത്ത് നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശത്ത് സാധനം മേടിക്കുന്നതിനൊക്കെയുള്ള ടാക്സ് ഇളവുകളല്ലേ വന്നത്. എന്തുകൊണ്ടാണ് ഷെയർ മാർക്കറ്റ് ഒറ്റയടിക്ക് താഴോട്ട് പോയത്? ഷെയർ മാർക്കറ്റ് പലപ്പോഴും എക്കണോമിയായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടൊന്നും അല്ല, അതിൻ്റെ ചലനം വരുന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ വാസ്തവത്തിൽ അങ്ങനൊരു ബേസിക്കായിട്ടുള്ള കൂടുതൽ കാര്യം വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. വിദേശയാത്ര കുറഞ്ഞ ചെലവിൽ കൊടുക്കും. പിന്നെ വിദേശത്ത് പ്രവാസി നിക്ഷേപത്തിൻ്റെ കാര്യത്തിലല്ല, പൊതുവിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ സാമ്പത്തിക രംഗത്ത് ഒരു ഇത്രയും ക്രൈസിസ് വരുമ്പോൾ അതിനെ പരിഹരിക്കാനില്ല. ഞാനത് ഒരു കാര്യം കൂടി പറയാം. GSTയുടെ കാര്യത്തിനകത്ത് ഒരു റീഓർഗനൈസേഷൻ കൊണ്ടുവന്നു, റീസ്ട്രക്ചറിങ് ഓഫ് റേറ്റ്സ്. കഴിഞ്ഞ മാസം തൊട്ട് മുമ്പത്തെ മാസം കിട്ടിയ 2,30,000 കോടിയിൽ നിന്നും 1,70,000 കോടിയിലേക്ക് ഒറ്റ മാസത്തെ വരുമാനം GST കുറഞ്ഞു. ഇങ്ങനെ കുറയുമ്പോൾ പിന്നെ കൈ പണം കാണുമോ? ഇത് ആകെ ഇന്ത്യയിലാകെ വരുന്ന കളക്ഷൻ സെൻട്രലിന് കൈ വരുന്ന ആ കണക്കാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിനെയും ബാധിക്കുന്ന തരത്തിലേക്ക് അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു കാര്യവും ഈ ബഡ്ജറ്റിലില്ല. ഇത് ഭാവിയിൽ നമ്മുടെ എക്കണോമിയെ ബാധിക്കുന്ന തരത്തിൽ തന്നെയാണെന്നുള്ളതാണ് ജനറലായിട്ട് എനിക്ക് പറയാനുള്ള ഒബ്സർവേഷൻ. പിന്നീട് അതുപോലെ തന്നെ എടുത്ത് ഓരോ മേഖല നോക്കിയാൽ ഇതിൻ്റെ പ്രയോറിറ്റീസ് മനസ്സിലാവും. ഈ പ്രയോറിറ്റീസിനകത്ത് എടുത്തേക്കുന്ന വിഷയങ്ങളിൽ നമ്മുടെ ഓരോ മേഖല എടുത്താൽ വളം സബ്സിഡി 1,76,000 പ്രസന്റ് ഇയറിലെ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ്.
പക്ഷേ അടുത്ത വർഷത്തേക്ക് വെച്ചേക്കുന്ന 1,70,70,000 വളം സബ്സിഡി മാത്രം, ആ ഒരു മെയിൻ ഹെഡ് മാത്രമാണ്. ഭക്ഷ്യമേഖലയിൽ ഒരു 2,28,000 ഇപ്പോഴത്തെ റിവൈസ്ഡ് ആയിട്ടുള്ള സബ്സിഡി ഇപ്പോൾ വെച്ചേക്കുന്നത്. അത് 2,27,000 സാധാരണ ഏത് സബ്സിഡിയും അല്പം ഇൻക്രീസ് ചെയ്യുമല്ലാതെ പുറകോട്ട് വരുമോ? പുറകോട്ട് വരത്തില്ലല്ലോ. പെട്രോളിയം സബ്സിഡി അതെനിക്ക് തോന്നുന്ന സബ്സിഡി ഈ പമ്പിങ്ങിനും മറ്റുമൊക്കെ കൊടുക്കുന്ന കാർഷിക മേഖലയെ ബന്ധപ്പെട്ടായിരിക്കും. അത് 15,000 കോടി ഇപ്പോൾ ഉള്ളത് 12,000 കോടിയായിട്ട് കുറഞ്ഞു, 3,000 കോടി കുറഞ്ഞു. കാർഷിക മേഖലയായി ബന്ധപ്പെട്ടിട്ടെടുത്താലും ആരോഗ്യ മേഖല എടുത്താലും ഒന്നും ഇതേ പ്രശ്നം തന്നെയാണ്. അതിനകത്തൊന്നും ഒരു ഇൻക്രീസ് ഇല്ല. ഇപ്പോൾ ആരോഗ്യ മേഖല 98,311 കോടിയുള്ളത് 94,000 കോടിയെ ചിലവാക്കിയുള്ളൂ. ഇപ്പോഴും വലിയ വർധനയൊന്നും വന്നിട്ടില്ല. ഗ്രാമീണ വികസനത്തിൽ 2,65,817 കോടി ഉണ്ടായിരുന്നത് 2,12,000 കോടിയാണ് ചെലവഴിച്ചത്. അത് ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. MNRG ഒക്കെ വരുന്നതാണ്. ഇപ്പോഴും അതേ പ്രവണത തന്നെയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വലിയ വർധനയില്ല. ദുരന്ത നിവാരണ മേഖലയിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ദുരന്ത നിവാരണം നമ്മുടെ പല ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ 24,257 കോടിയായിരുന്നു റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റിൽ. സാധാരണഗതിയിൽ കൂട്ടിയാണ് വെക്കേണ്ടത്. അത് 22,574 കോടിയായിട്ട് കുറയുകയാണ് ചെയ്തത്. SSK നമുക്ക് ധാരാളം ചർച്ച ചെയ്യുന്ന സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് 41,250 കോടി. ബാലഗോപാൽ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുകയാണ്. കേരളത്തിനാകെ നിരാശ എന്ന നിലയിൽ തന്നെയാണ് പൊതുപ്രതികരണങ്ങൾ വരുന്നത്.